ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ മെയിൻ സ്ലാബിൻ്റെ വർക്ക് തുടങ്ങിയിട്ട് ഇന്ന് രണ്ടാമത്തെ ദിവസമാണ്. ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെള്ളം നിൽക്കും, എന്നിട്ട് അടുക്കളയിലേക്ക് ഇങ്ങനെ ചെറുതായിട്ട് ലീക്കൊക്കെ വരുന്നുണ്ടെന്ന്. ഇന്നലെ നല്ല മഴ പെയ്തു. അപ്പം ഇന്നലത്തെ മഴയുടെ ഈ വെള്ളമാണ് ഇങ്ങനെ കെട്ടി നിൽക്കുന്നത്. ഇന്നും വീട് പണിക്കാർ വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്. ഞായറാഴ്ച ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് പണിക്കാരൊന്നും ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇന്നും 5 പേരുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയ തിരക്കുണ്ട്. അതിൻ്റെ ഇടയിൽ ഗ്യാസ് തീർന്നു. പിന്നെ അടുത്ത വീട്ടിലേക്ക് ഓടി അവിടുന്ന് ഒരു ഗ്യാസ് സിലിണ്ടർ എടുത്തുകൊണ്ട് വന്നു. എന്നിട്ടാണ് കുക്കിംഗ് ഒക്കെ ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് മോര് കറി, പിന്നെ പയറുപ്പേരി, പിന്നെ മീൻകറി. ഇതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റംസ്. അപ്പോൾ കൂടുതൽ വീഡിയോസൊന്നും എനിക്കിന്ന് എടുക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങൾക്കറിയാലോ, ഈ വീട് പണിയും കാര്യങ്ങളും തിരക്കൊക്കെ ആകുമ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ ഞങ്ങൾ പണിക്കാർക്കൊക്കെ ഫുഡ് കൊടുത്തതിന് ശേഷം ഞങ്ങളും കഴിക്കാനിരുന്നു. പിന്നെ ഞാൻ ഒറ്റയ്ക്കാവുമ്പം ഫുഡ് കഴിക്കാനൊക്കെ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാട്ടോ. എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു സന്തോഷമാണ് അല്ലേ. എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കുന്ന ആ ഒരു ഫീല് ഒറ്റയ്ക്കിരുന്ന് ഫുഡ് കഴിച്ചാൽ കിട്ടില്ല. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് വൈകുന്നേരത്തെ ചായക്കുള്ള പരിപാടി നോക്കി. കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ടാണ് കേട്ടോ വൈകുന്നേരത്തെ ചായക്കുള്ള പരിപാടി നോക്കിയത്. അപ്പം ഞാനിന്ന് വിചാരിച്ചു ബേക്കറി പലഹാരം ഒഴിവാക്കിയിട്ട് വീട്ടിൽ തന്നെ ഒരു പഴംപൊരിയൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ചായ കൊടുക്കാമെന്ന്. പിന്നെ ചായക്ക് പകരം ഇന്ന് കോഫിയാണ് ഉണ്ടാക്കിയത്. പിന്നെ ഇവിടുത്തെ പതിവ് എന്താണെന്ന് വെച്ചാൽ ഇക്കായും വാപ്പിയും എപ്പോഴാണോ ജോലി കഴിഞ്ഞെത്തുന്നത് അപ്പോഴാണ് ഞങ്ങളും ചായ കുടിക്കുക. വൈകുന്നേരം സാധാരണ ഒരു 4 മണി 5 മണി ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ എല്ലാവരും ചായ കുടിക്കുമല്ലോ. അപ്പം ഞങ്ങൾ അവരെത്തുന്നതും കാത്തു നിന്നിട്ട് അവർ വരുന്നത് എപ്പോഴാണോ അപ്പോഴാണ് ഞങ്ങൾ ചായ കുടിക്കാറുള്ളത്. അപ്പം ചായയൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഇന്ന് കോഫിയാണല്ലോ. കോഫിയൊക്കെ കൊടുത്തു കഴിഞ്ഞതിൻ്റെ ശേഷം ഈ വീട് പണിക്കാരൊക്കെ പോയി. അതിൻ്റെ ശേഷമാണ് ഞങ്ങളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇന്നത്തെ വർക്ക് കണ്ടത്. അപ്പം ഷിഫയ്ക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇങ്ങനെ നമുക്ക് വാർപ്പാണല്ലോ, അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ആൾ. എന്തൊക്കെയോ പറയുന്നുണ്ട്, ഇവിടെ റൂമാണ്, ഇങ്ങനെ ഇപ്പുറത്തെ റൂമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മുകളിലത്തെ കാഴ്ച എങ്ങനെയാണെന്ന് നോക്കാം. മുകളിൽ അടിപൊളിയായിട്ട് ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ വീട് പണീൻ്റെ ഓരോ ഘട്ടങ്ങളും ഞങ്ങളെല്ലാവരും ഒരുപോലെ ആസ്വദിക്കുന്നുണ്ട്. കാരണം ഒരുപാട് നാൾ വാടകയ്ക്ക് നിന്ന ശേഷമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വീട് ആക്കാൻ കഴിയുന്നത്. പിന്നെ നമ്മളിൽ ഒരുപാട് ആൾക്കാർക്ക് വീടില്ലാത്ത വാടകയ്ക്ക് നിൽക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും. എത്രയും പെട്ടെന്ന് അവർക്കൊക്കെ വീടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ വാപ്പിക്കായും വന്ന ശേഷമാണ് ഞങ്ങൾ ചായ കുടിക്കാമെന്ന്. ഇന്നും കുറച്ച് ലേറ്റായിട്ടോ ചായ കുടിക്കാൻ. വാപ്പിക്കായി വന്ന ശേഷം ഞങ്ങളിങ്ങനെ വീട് പണീൻ്റെ കുറേ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു നിന്നു. അതുകൊണ്ടാണ് ലേറ്റായി പോയത്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പിറ്റേന്നത്തേക്കുള്ള കറിക്കുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തലേന്ന് തന്നെ വൃത്തിയാക്കി വെക്കുന്നുണ്ട്. അപ്പം നാളത്തേക്ക് നമുക്ക് ചെമ്മീനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ചെമ്മീൻ വൃത്തിയാക്കി വെച്ചു. പിന്നെ വറുത്തരച്ച കറിയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഷിഫയാണ് തേങ്ങയൊക്കെ വറുത്ത് സെറ്റാക്കി തന്നത്. പിന്നെ ജോലിയൊക്കെ കഴിഞ്ഞപ്പം ഒരു 11 മണി 11:30 ആയിട്ടോ. പക്ഷെ നമുക്ക് ഉറങ്ങാനായിട്ടില്ല. ഒരു വർക്കും കൂടി ബാക്കിയുണ്ട്. നാളെ ഹാദിക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി ഒരു പ്ലക്കാർഡ് ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ ജോലി കംപ്ലീറ്റ് ആയി. അപ്പം നമുക്ക് ആ ഒരു വർക്കിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ആവശ്യമായിട്ടുള്ള പിക്ചർ വരച്ചതിൻ്റെ ശേഷം ഒരു ഹാർഡ് ബോർഡിലേക്ക് ഒട്ടിച്ചിട്ട് പിന്നെ അതിനൊരു ഇങ്ങനെ പിടിക്കാനുള്ള ഒരു പിടിയൊക്കെ കൊടുക്കുന്നുണ്ട്. അത് ഞാനിതിൽ കാണിക്കുന്നില്ല. ജസ്റ്റ് പിക്ചർ വരയ്ക്കുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പം ഇനി ഞാൻ നാളത്തെ വീഡിയോയിൽ ചിലപ്പം അതും കൂടി ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ഫുള്ള് ഫിനിഷായിട്ടുള്ള ചിത്രം കാണിക്കുന്നുണ്ട്. പിന്നെ പ്ലക്കാർഡ് ആക്കിയിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ, നാളത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കാം. ഞങ്ങളുടെ ഈ ചെറിയ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.